ഏതായാലും രാവിലെ ഒരു സന്തോഷ വാർത്തയാണ്. ചൂട് പാമ്പുകടി വാർത്തകൾക്കിടെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നൽകുന്ന വീടുകളുടെ സന്തോഷ വാർത്ത വരുന്നത്. നിങ്ങളാണെങ്കിൽ ഇതിലൊരു PR-ഉം വേണ്ട എന്ന് കൃത്യമായി തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ഈ ഗൃഹപ്രവേശ സമയത്ത് ഈ വൈകുന്നേരം 4 മണിക്ക് വീടുകൾ കൈമാറുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകരൊന്നും അങ്ങോട്ട് വന്ന് വലിയ രീതിയിൽ അതൊരു വാർത്തയാക്കണ്ട എന്നൊരു നിലപാടിലേക്ക് നിങ്ങൾ എത്തുകയാണല്ലോ. അപ്പോൾ അപ്പുറത്താണെങ്കിൽ വലിയ PR പരിപാടികൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് ലീഗ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ശ്രീ കുഞ്ഞാലിക്കുട്ടി? അല്ല, നമ്മൾ ആ ദുരന്തം നമുക്കറിയാലോ. അത് നമ്മൾ അതിൻ്റെ നിലക്ക് തന്നെ കാണണം. അവർ നേരിട്ട ആ വിഷയത്തിൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയും മാന്യതയൊക്കെ കീപ്പ് ചെയ്ത് പോകണം. നമ്മൾ അതിനെ PR വർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യം വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് പ്രചരിപ്പിക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞങ്ങൾ ആദ്യം അതിനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ച് അവർക്കത് ചെയ്തു കൊടുക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. അതിൽ പകുതിയിലേറെ ഞങ്ങൾ നിർവഹിക്കുകയാണ്. മറ്റൊരു 25 പെട്ടെന്ന് വരും. അപ്പോൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്താൽ നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ലോകം അറിയല്ലോ. പിന്നെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് PR വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ വീട് കാണാനും മറ്റുമൊക്കെ വരുന്ന ആളുകൾ അവർക്കൊരു ബുദ്ധിമുട്ടാകരുത് എന്നുള്ള പ്രശ്നത്തിലാണുള്ളത്. അത്രയധികം ആളുകൾ ഈ മനോഹരമായ വീട് നോക്കുക വാർത്തകളൊക്കെ വന്നപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് വരിക. ചെറിയ വീടല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂം ഉണ്ട്, എല്ലാവിധ സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഭാവിയിൽ അവർക്ക് സാമ്പത്തികമായൊക്കെ നല്ല അവസ്ഥയാവുകയാണെങ്കിൽ മുകളിലേക്ക് വീടെടുക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടാണ് വീടുള്ളത്. വീടിനോട് അനുബന്ധിച്ചുള്ള കിണറായാലും മറ്റു സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്ലാൻ ആരുടെ തലയിൽ, ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി? അല്ല, ഇതിപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അറിയാലോ, പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു ടച്ച് ഉണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സത്യസന്ധതയും അതിന് പറയുന്ന വാക്കിന് വില വേണം എന്നുള്ളത് വലിയ നിർബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് നേതൃത്വം കൊടുത്ത്. പിന്നെ അതിന് ഒരു MLA കമ്മിറ്റി, PK ബഷീർ കമ്മിറ്റി, അവിടുത്തെ ജില്ലാ കമ്മിറ്റി, സംവിധാനമൊക്കെ ഞങ്ങളുടെ പാർട്ടി സംവിധാനം തന്നെയാണ്, അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ വച്ചത് നല്ല ആർക്കിടെക്റ്റ്, നല്ല കോൺട്രാക്ടർ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം സംബന്ധിച്ച് അതിൽ എക്സ്പെർട്ടൈസ് ഉള്ളവർ, ഇപ്പോൾ ടോണി എല്ലാവർക്കും അറിയാം, അതുപോലെ നിർമ്മാണം, അതുപോലെ മലബാർ ടെക്, ഇങ്ങനെ പ്രശസ്ത കമ്പനികളെ വെച്ച് വ്യത്യസ്തമായ വർക്കുകൾ അവർക്ക് കൊടുത്ത് അതിൻ്റേതായ ഡീസെൻട്രലൈസ് ചെയ്തിട്ട് ഓരോരോ കമ്മിറ്റികൾ സൂപ്പർവൈസ് ചെയ്ത് യാതൊരു കുറവും വരാതെ പോവാം. പിന്നെ അല്പം ചിലവ് കൂടിയാലും തിരക്കില്ല, പ്രവർത്തകർ കുറേ ഫണ്ട് തന്നിട്ട് അതിലും കുറച്ച് കൂടിയാലും തിരക്കില്ല. നമ്മൾ ഒരു നിലക്കും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട എന്ന തീരുമാനം എടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് മനോഹരമായി ചെയ്യാൻ പറ്റി.